പ്രൈസ് ദ ലോർഡ്. ജീവജലത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2024 ജൂലൈ മാസം 22-ാം തീയതി തിങ്കളാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിന്റെ അളവറ്റ കൃപയാൽ ഒരു പുതിയ വർക്കിംഗ് വീക്കിലേക്ക് ദൈവം നമ്മെ പ്രവേശിപ്പിച്ചിരിക്കുന്നു. ഈ ദിനം അനുഗ്രഹത്തിന്റെയും സന്തോഷത്തിന്റെയും നന്മയുടെയും ദിനമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് പത്രോസ് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 10-ാം വാക്യം. The first epistle of Peter chapter 2 verse 10 നാം ഇപ്രകാരം വായിക്കുന്നു: മുൻപേ നിങ്ങൾ ജനമല്ലാത്തവർ, ഇപ്പോഴോ ദൈവത്തിന്റെ ജനം; കരുണ ലഭിക്കാത്തവർ, ഇപ്പോഴോ കരുണ ലഭിച്ചവർ തന്നെ. അതെ, ഒരു ദൈവ പൈതലിന്റെ ഏറ്റവും വലിയ വ്യത്യാസമാണ് ഈ വാക്യത്തിൽ കൂടെ പത്രോസ് പറഞ്ഞിരിക്കുന്നത്. ചിതറിപ്പാർക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി, ദൈവ ജനത്തിനു വേണ്ടി പത്രോസ് ലേഖനം എഴുതുമ്പോൾ അനേക കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് 2-ാം അധ്യായം ആരംഭിക്കുമ്പോൾ മുതൽ ഞാനും നിങ്ങളും ആരായിരുന്നു, എന്തായിരുന്നു, എവിടെയായിരുന്നു, എന്തായിരുന്നു നമ്മുടെ അവസ്ഥ, അവയെല്ലാം കളഞ്ഞിട്ട് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ വചനമെന്ന മായം ചേരാത്ത പാൽ കുടിച്ച് ഒരു ദൈവ കൃപയിലേക്ക് പുതിയ മനുഷ്യനായി ജനിച്ച് രൂപപ്പെട്ടു വരണം എന്നുള്ള വലിയ സന്ദേശത്തോടുകൂടി ആരംഭിക്കുന്നു. പ്രത്യേകിച്ച് 9-ാം വാക്യം വളരെ പ്രചാരം നേടിയിരിക്കുന്നതാണ്. പറയാണ്, അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മെ വിളിച്ച ഒരു ദൈവമുണ്ട്. ആ വിളിച്ച വിളിയാണ്, അതിന്റെ ഒരു വലിയ ഇമ്പാക്റ്റ് ആണ് 10-ാമത്തെ വാക്യം. മുൻപേ നാം ജനമല്ലായിരുന്നു, മുൻപേ നാം മക്കളല്ലായിരുന്നു, മുൻപേ നമുക്ക് കരുണ ലഭിക്കാത്തവരായിരുന്നു. എന്നാൽ ഈ കരുണാസമ്പന്നനായ ദൈവം, നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം, നമ്മെ വിളിച്ച ആ സ്വർഗീയ വിളി തന്മൂലം ജനമല്ലാത്ത നാം, മക്കളല്ലാത്ത നാം, കരുണ ലഭിക്കാത്ത നാം ഒരു പുതിയ പദവിയിലേക്ക്, മക്കൾ എന്നുള്ള പദവിയിലേക്ക്, ദൈവത്തിന്റെ സ്വന്തം ജനം എന്നുള്ള ഒരു വലിയ നിലയിലേക്ക് വളർത്തപ്പെട്ടു, ഉയർത്തപ്പെട്ടു. എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരങ്ങളെ, ഈ ലോകത്തിൽ എന്തു വില കൊടുത്താൽ ഈ നിലയിൽ എത്തിച്ചേരുവാൻ കഴിയും? അതെ, എനിക്കും നിങ്ങൾക്കും വേണ്ടി ഒരിക്കലായി ഒരുവൻ വില കൊടുത്തിരിക്കുകയാണ്. ആ വിലയിൽ കൂടെ, യേശുവിന്റെ കാൽവരിയുടെ രക്തത്തിൽ കൂടെ ഞാനും നിങ്ങളും മക്കളും അവകാശികളും സ്വന്തം ജനവുമായി മാറിയിരിക്കുന്നു. ക്രിസ്ത്യാനി എന്നുള്ള നാമധേയത്തിൽ ജീവിച്ചത് കൊണ്ടോ, ലഭിക്കാവുന്ന ഏറ്റവും നല്ല പേര് അത് വേദപുസ്തകത്തിൽ നിന്ന് തന്നെ തപ്പിപ്പിടിച്ചിട്ടത് കൊണ്ടോ, പാരമ്പര്യ സഭയോ പാരമ്പര്യേതര സഭയോ ഞാനും നിങ്ങളും ആയതുകൊണ്ടോ, സഭയുടെ എത്ര ഉന്നതമായ ചുമതലയിൽ എത്തിയത് കൊണ്ടോ മകനും മകളും ആവുകയില്ല, മക്കളാവുകയില്ല, ജനമാവുകയില്ല. ആ പദവിയിൽ എത്തണമെങ്കിൽ യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ഒരു ദൈവ പൈതലായി തീരണം. അതെ, അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ച വിളി നാം കേട്ട് ആ വിളിക്കനുസരിച്ച്
നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ ഞാൻ നിങ്ങളും മകനും മകളും ജനവും കരുണ ലഭിച്ചവരുമായി തീരുന്ന ഒരു പുതിയ അവസ്ഥയിലേക്ക് എത്തിച്ചേരും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, അവരവരുടെ ജീവിതത്തെ ശോധന ചെയ്യുക, ഉത്തരം കണ്ടെത്തുക. എവിടെയെങ്കിലും വീഴ്ച ഉണ്ടെന്ന് പരിശുദ്ധാത്മാവ് ബോധ്യപ്പെടുത്തിയാൽ മുഴങ്കാലും അടക്കുക, ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുക. അപ്പാ, ദൈവവചനം പറയുന്ന നിലയിൽ അങ്ങയുടെ മകനാകുവാൻ മകളാകുവാൻ ഞാനിതാ എന്നെ തന്നെ സമർപ്പിക്കുന്നു. ആ നിലയിൽ ദൈവകൃപയിൽ വളരുവാൻ ജീവജലത്തിന്റെ എല്ലാ പ്രേക്ഷകരെയും കർത്താവ് സഹായിക്കട്ടെ. ഈ പ്രഭാതത്തിൽ ഒരു പുതിയ ആഴ്ചവട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന എന്റെ പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഈ ആഴ്ച നിങ്ങൾ പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന ചില വിഷയങ്ങളുണ്ട്. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അഡ്മിഷൻ ആയിരിക്കാം, അലോക്കേഷൻസ് ആയിരിക്കാം, ജോലി ആയിരിക്കാം, അപ്പോയിന്റ്മെന്റ് ഓർഡർ ആയിരിക്കാം, ജോലിയിലുള്ള ചില വിഷയങ്ങളായിരിക്കാം, ഒരു പുതിയ ജോലി തേടിയുള്ള ഇന്റർവ്യൂ ആയിരിക്കാം, അല്ല നിയമത്തിന്റെ ചില കുരുക്കുകളിൽ നിന്നുള്ള വിടുതലായിരിക്കാം, സാമ്പത്തിക ബാധ്യതകളായിരിക്കാം. ഈ ദിവസങ്ങളിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ചില മെഡിക്കൽ റിപ്പോർട്ടുകളായിരിക്കാം. എന്താണ് നിങ്ങൾ ഭയത്തോടെയും വേദനയോടെയും ആശങ്കയോടെയും പ്രാർത്ഥനാപൂർവം കാത്തിരിക്കുന്നത്? അതിന്മേൽ സ്വർഗത്തിലെ ദൈവം ഇടപെടട്ടെ. ഈ ആഴ്ചവട്ടം വിടുതലിന്റെയും അനുഗ്രഹത്തിന്റെയും സ്തോത്രത്തിന്റെയും സ്വരങ്ങൾ ജീവജലം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ കുടുംബത്തിൽ നിന്നും ഉയരട്ടെ. അതെ, നീതിമാന്റെ കൂടാരങ്ങളിൽ ജയത്തിന്റെയും ഉല്ലാസത്തിന്റെയും ഘോഷങ്ങൾ ഉണ്ട്. ആ നിലയിൽ നമ്മുടെ കുടുംബങ്ങൾ ദൈവത്തെ സ്തുതിപ്പാൻ ഈ ദിനങ്ങൾ ഇടയാക്കട്ടെ. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ ഒരുക്കുകയും ചെയ്യട്ടെ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങളുടെ ജീവിതം ദൈവത്താൽ അനുഗ്രഹീതമാകട്ടെ. ദൈവത്തിന്റെ മകനും മകളും എന്നുള്ള പദവിയിലേക്ക് ഉയർത്തപ്പെട്ട് ആ പദവിക്ക് ലഭിക്കേണ്ട എല്ലാ നന്മകൾ അത് ഈ ഭൂമിയിലേത് ഈ ഭൂമിയിൽ വെച്ചും വരുവാനുള്ള ലോകത്തിലും പ്രാപിച്ച് കർത്താവിനോട് ചേർന്ന് യുഗായുഗങ്ങൾ ജീവിപ്പാൻ സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും ഇടയാക്കട്ടെ. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഏവരെയും സഹായിക്കുകയും ചെയ്യട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. നിത്യമായ സ്നേഹത്താൽ ഞങ്ങളെ എല്ലായ്പ്പോഴും സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, മുൻപേ ഞങ്ങൾ അങ്ങയോട് യാതൊരുവിധ ബന്ധമില്ലാതെ വെളിമ്പ്രദേശത്ത് കടന്നവരായിരുന്നു. അങ്ങയുടെ മകനും മകളുമായിരുന്നില്ല, ജനമായിരുന്നില്ല. ഒരുവിധത്തിലും അങ്ങയിൽ നിന്നും കരുണയും കൃപയും സ്നേഹവും ലഭിക്കാത്തവരുമായിരുന്നു. എന്നാൽ അങ്ങയുടെ പുത്രൻ മുഖാന്തരം കാൽവരിയുടെ രക്തത്തിന്റെ കഴുകലാൽ മക്കളും അവകാശികളുമായി തീർത്ത ആ വലിയ ദൈവിക പദ്ധതിക്കായി സ്തോത്രം. അതിൽ കൂടെ ഞങ്ങൾക്ക് ലഭിക്കേണ്ട എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും അവിടുന്ന് ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞിരിക്കാൻ സ്തോത്രം. ഇന്ന് ഈ ദൈവവചനം കേട്ട് പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന ഈ നിന്റെ മക്കളെ അനുഗ്രഹിക്കണമേ. അവർ കടന്നു പോകുന്ന വേദനകൾ, ഭാരങ്ങൾ അവിടുന്ന് ഏറ്റെടുക്കണമേ. ഈ ആഴ്ച അവർ കാത്തിരിക്കുന്ന അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേൽ ദൈവം ഇടപെടണം. ഒരു വലിയ വിടുതലയക്കണം. സ്വർഗീയ കൃപ ചൊരിയണം. മക്കൾ എന്നുള്ള പദവിയുടെ എല്ലാ അനുഗ്രഹങ്ങളും തമ്പുരാൻ അവർക്ക് നൽകണമെന്ന് യേശു മശിഹാ മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയ ദൈവമക്കളെ, ഇന്ന് നാം വചനത്തിൽ നിന്ന് കേട്ടതുപോലെ ആ സ്വർഗീയ വിളി നാം പരിപൂർണമായി ശ്രവിച്ചുകൊണ്ട്, വിളിക്കനുസരിച്ച് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട്, പ്രാർത്ഥനയോടെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് ആ മകനും മകളും എന്നുള്ള പദവിയോടെ ഇന്നത്തെ ദിനത്തിലേക്ക് പ്രവേശിക്കാം. ഈ ദിനം എല്ലാ നിലകളിലും അനുഗ്രഹത്തിന്റെയും സന്തോഷത്തിന്റെയും നന്മയുടെയും ദിനമായി തീരട്ടെ. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഏവരെയും ഒരുക്കുകയും ചെയ്യട്ടെ.
കർത്താവിന്റെ അനുഗ്രഹിക്കപ്പെട്ട മുന്തിരിത്തോട്ടത്തിൽ നിന്നും ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ഓൾ.